ഹലോ, ഇതാണ് നമ്മുടെ 2026 ടൊയോട്ടേൻ്റെ ക്രൗൺ സിഗ്നിയ ലിമിറ്റഡ്. ഒരു പ്രീമിയം സെഗ്മെൻറ്റ് SUV നോക്കുന്ന ഒരാൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു ടൊയോട്ടേൻ്റെ സിഗ്നിയ വരുന്നത്. ഫ്രണ്ടിലെ സ്റ്റൈലിങ്ങിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് സ്ലീക്ക് ആയിട്ടുള്ള ഒരു DRL വരുന്നുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേനും മൾട്ടി ബീം LED ഹെഡ് ലാംപ്സ് ആണ് നമുക്ക് വരുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു ഗ്രില്ലിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്കൊരു മോണോക്രോമാറ്റിക് ഗ്രില്ല് വരുന്നുണ്ട്. ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ പുതിയ RAV4 കണ്ടുവന്ന അതേ ഒരു ഗ്രിൽ പാറ്റേൺ ആണ് നമുക്ക് ഇതിനകത്തും കിട്ടുന്നത്. നമ്മൾ സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് വീൽസ് വരുന്ന 21 ഇഞ്ചിൻ്റെ അലോയ്സ് വീൽസ് ആണ് നമുക്ക് ഇതിനകത്തോട്ട് വരുന്നത്. ഒരു ഡാർക്ക് മെറ്റാലിക് വീലാണ് നമുക്ക് ഇതിന് കിട്ടുന്നത്. കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീല് നമുക്ക് ആ ഒരു ആ ഒരു കളറും തീമും എല്ലാം കൂടെ വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു വണ്ടിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. മേളിലേക്ക് വരുമ്പോഴത്തേനും നമുക്കൊരു റൗണ്ട് ആയിട്ടുള്ള ഒരു വീലാർച്ച് വരുന്നുണ്ട്. അത് കുറച്ചൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നമുക്ക് ആ ഒരു ഒരു വീലാർച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. അതൊക്കെ ആണെങ്കിലും കുറച്ചും കൂടെ ഒരു ലക്ഷറി ഫീൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ ലൈൻസ് ഒക്കെ ആണെങ്കിലും കുറച്ചും കൂടെ ഷാർപ്പായിട്ടുള്ള ലൈൻസാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്തോട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അവിടെ നമ്മൾ സൈഡ് മിററിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള കുറച്ചും കൂടി ഒരു ഗ്ലോസി ആയിട്ടുള്ള ആ ഒരു സൈഡ് മിറേഴ്സാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അവിടെ നമ്മൾ നേരെ നമ്മുടെ ഹാൻഡിലിലേക്കൊക്കെ വരുമ്പോഴത്തേനും ബോഡി കളേർഡ് ആയിട്ടുള്ള ഹാൻഡിൽസാണ് നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും കിട്ടുന്നത്. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുന്ന ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ലൈന് നമുക്ക് ഇതിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ശരിക്കും ഇങ്ങനെ കാണാൻ പറ്റും. നമുക്ക് ആ ഒരു ബോഡി ലൈൻ നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അതിങ്ങനെ ബാക്കിലോട്ട് വന്ന് നമ്മുടെ ആ ഒരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ സർക്കിളായിട്ട് അത് മൊത്തത്തിൽ ഈ വണ്ടീനെ ചുറ്റുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും കണക്റ്റഡ് ആയിട്ടുള്ള ഇതേപോലെ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് വരുന്നത്. അതിനകത്ത് നമ്മുടെ ടൊയോട്ടേൻ്റെയും ക്രൗണിൻ്റെയും ലോഗോ കാണാൻ പറ്റും. അതുപോലെ ഇത് ഹൈബ്രിഡ് ആണ്. അതിൻ്റെ HEV എന്നുള്ള ബാഡ്ജിങ് കാണാം. ഓൾ വീൽ ഡ്രൈവ് ആണ്. അതിൻ്റെ ആണെങ്കിലും ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. താഴെയായിട്ടൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് തുറക്കാനാണെങ്കിൽ ഇലക്ട്രോണിക്കലി തുറക്കാൻ പറ്റുന്ന ബൂട്ടാണ് നമുക്ക് ഇതിനകത്ത് വരുമ്പോൾ കിട്ടുന്നത്. അതുപോലെ നമുക്ക് കാർഗോ സ്പേസ് ഒക്കെ വരുന്ന 702 ലിറ്ററിൻ്റെ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള നമുക്ക് ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. ഈ സൈഡിൽ കാണുന്ന ഈ ലിവർ നമ്മൾ പുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്ത് നമുക്ക് വലിയൊരു 1872 ലിറ്ററിൻ്റെ ഒരു വലിയൊരു കാർഗോ സ്പേസ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കിത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യമുള്ള ആക്സസറി ടൂൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് ഇതേപോലെ ഇലക്ട്രോണിക്കലി ക്ലോസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് കിക്ക് സെൻസേഴ്സ് ഉണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാനൊക്കെ കിക്ക് സെൻസേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ അങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ ഡ്രൈവർ സൈഡിൽ ഡോർ പാഡിലേക്ക് വരുമ്പോഴത്തേനും മെമ്മറി സീറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. അതിൽ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നമുക്ക് ആ ഒരു വിൻഡോ റോൾ ചെയ്യാനുള്ള ബട്ടണൊക്കെ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീലൊക്കെ ആണെങ്കിൽ നമുക്കൊരു സർക്കുലറിലുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് വോളിയം കൺട്രോൾസ് കാണാൻ പറ്റും. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് അതിൻ്റെ ക്രൂയിസ് കൺട്രോളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ടൊയോട്ട കൊടുത്തിട്ടുണ്ട്. അതുപോലെ മോഡ്സ് കാര്യങ്ങളൊക്കെ മാറ്റണമെങ്കിൽ അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 12.3 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പുറത്തെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്ത് പവർ ബട്ടൺ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ ആണെങ്കിലും 12.3 ഇഞ്ചിൻ്റെ നമുക്ക് വലിയ സ്ക്രീൻ തന്നെയാണ് നമുക്ക് വരുന്നത്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ബട്ടൺസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഹീറ്റഡ് ആണ്, കൂൾഡ് ആണ് നമുക്ക് സീറ്റ്സ് വരുന്നത്. അതിൻ്റെ ബട്ടൺസ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്. അതിൻ്റെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 3 സ്റ്റെപ്പിലാണ് നമുക്ക് ഇതിൻ്റെ ഹീറ്റഡും കൂളും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ലൈറ്റ് ഇൻഡിക്കേഷനൊക്കെ വരുന്നുണ്ട്. താഴോട്ട് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇൻഡക്ഷൻ ചാർജിങ്ങിൻ്റെ സ്പേസ് വരുന്നത്. അതുപോലെ താഴോട്ട് വരുമ്പോഴത്തേനും ഒരു ക്രിസ്റ്റൽ ഫിനിഷുള്ള ഒരു ഗിയർ നോബാണ് ശരിക്കും വരേണ്ടത്. അത് ഇതിനകത്ത് ഇപ്പോൾ ആരോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് ഇവിടുന്ന് മിസ്പ്ലേസ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് കാണാത്തത്. പിന്നെ അവിടുന്ന് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് പാർക്കിംഗ് ബ്രേക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്ന കാണാൻ പറ്റും. അതുപോലെ USB ടൈപ്പ് സിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ആംറസ്റ്റിലേക്ക് വരുന്നതിന് നല്ല ഡീപ്പായിട്ടുള്ള ആംറസ്റ്റൊക്കെയാണ് നമുക്ക് ഇതിനകത്തോട്ട് വരുന്നത്. അത് സൈഡിൽ വൈസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ആ ലെതറിൻ്റെ ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ നല്ല ടോപ്പ് നോച്ച് ലെതർ ക്വാളിറ്റിയാണ്. ഇൻറ്റീരിയർ ആണെങ്കിൽ നല്ല പ്രീമിയം ആയിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഇൻറ്റീരിയർ ആണ് നമുക്കിതിനകത്ത് വരുന്നത്. വണ്ടി മൊത്തത്തിൽ നല്ല പ്രീമിയം ആണ്. അവിടെ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ സെക്കൻഡ് റോയിൻ്റെ ഡോർ പാഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും ഇതേപോലെ ഒരു ഒരു ആഷ് ടിൻ്റുള്ള ഒരു കളറാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതാണെങ്കിലും ബാക്കിലാണെങ്കിലും ഹീറ്റഡ് സീറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. കൂൾഡ് സീറ്റ്സ് നമുക്ക് വരുന്നില്ല, ബട്ട് ഹീറ്റഡ് സീറ്റ്സ് വരുന്നില്ല. നല്ല സീറ്റ്സാണ് വരുന്നത്. നല്ല ഒരു സിന്തറ്റിക് ലെതർ ഫിനിഷുള്ളൊരു സീറ്റ്സ് വരുന്നുണ്ട്. നല്ല ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്. ആംറസ്റ്റ് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നമുക്ക് ഇരിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആംറസ്റ്റ് വരുന്നുണ്ട്. നല്ല ലെഗ് റൂം വരുന്നുണ്ട്.
അതുപോലെ തന്നെ നമുക്ക് ഈ ഫയലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് വരുന്നുണ്ട്. നമുക്ക് നടുക്കായിട്ട് നമുക്ക് AC വെൻസും 2 USB ടൈപ്പ് സി നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് ആ ഒരു പോർട്ട് നമുക്ക് ഇതിനകത്തോട്ട് വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ വളരെ ഹ്യൂജ് ആയിട്ടുള്ള നല്ല പനോരമിക് ആയിട്ടുള്ള സൺറൂഫ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ ഗ്ലാസ് ഏരിയ ഒക്കെ ആണെങ്കിലും വലിയൊരു ഗ്ലാസ് ഏരിയ ആണ് നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും കിട്ടുന്നത്. അതുപോലെ നമുക്ക് എഞ്ചിൻ വരുന്നത് ഒരു 2.5 ലിറ്ററിൻ്റെ നമുക്കൊരു ഹൈബ്രിഡ് എഞ്ചിൻ വരുന്നുണ്ട്. 240 ആണ് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ ഓൾ വീൽ ഡ്രൈവ് ഓൺ ഡിമാൻഡ് നമുക്ക് ഓൾ വീൽ ഡ്രൈവ് അവൈലബിൾ ആണ്. അതുപോലെ ഇതിൻ്റെ പ്രൈസാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം. ഇതിനകത്ത് നമുക്ക് $64,000 ഒക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക ഈ ഒരു പാക്കേജിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ടോപ്പ് ട്രിമ്മിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് പ്രൈസിങ് വരുന്നത്. ലെക്സസിലേക്ക് പോകണ്ട എന്നാൽ ടൊയോട്ടയിൽ തന്നെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു ലക്ഷറി പാക്ഡ് ആയിട്ടുള്ളൊരു നല്ലൊരു അടിപൊളി ഒരു കോമ്പാക്റ്റ് XUV തന്നെയാണ് നമ്മുടെ ഈ ഒരു ടൊയോട്ടേൻ്റെ ക്രൗൺ സിഗ്നിയ വരുന്നത്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. നമ്മുടെ ഇതിൻ്റെ ഒരു ചെറിയൊരു ഗ്ലിംസ് മാത്രമേ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ പിന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക് യു.